അനധികൃതമായി സർവീസ് നടത്തുന്ന ഓൺലൈൻ ഓട്ടോറിക്ഷകളും ബൈക്കുകളും തടയും. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ ജനറൽ കൗൺസിൽ യോഗമാണ് അനധികൃതമായി സർവീസ് നടത്തുന്ന ഓൺലൈൻ ഓട്ടോറിക്ഷകളും ബൈക്കുകളും തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില ഓരോ ദിവസവും കൂടുന്നതിനാൽ ഓട്ടോറിക്ഷ ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 24-ന് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ഓട്ടോ തൊഴിലാളികൾ മാർച്ച് നടത്തുമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ വർക്ക് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ex-MLA രാജു അബ്രഹാം പറഞ്ഞു. കഴിഞ്ഞ 2-3 മാസക്കാലത്തെ സ്ഥിതി പരിശോധിച്ചാൽ മോട്ടോർ രംഗം ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. ഏതാണ്ട് 10 രൂപയ്ക്കടുത്താണ് 1 ലിറ്റർ പെട്രോളിന്റെ വില വർദ്ധിച്ചത്. 7-8 രൂപ ഡീസലിനും വർദ്ധിച്ചു. എന്നാൽ ഓട്ടോ ചാർജ് 2022 ഏപ്രിൽ മാസത്തെ ചാർജാണ്. ചാർജ് വർദ്ധിപ്പിച്ച് വാങ്ങിച്ചാൽ ആരെങ്കിലും പരാതിക്ക് പോയാൽ നമുക്കെതിരെ കേസ് വരും. അതുകൊണ്ടാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം നമ്മുടെ സംഘടന ഉന്നയിച്ചത്. CITU അല്ലാതെ മറ്റൊരു സംഘടനയും ഈ ചാർജ് വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഈ സർക്കാർ വന്നപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ സർക്കാർ പിണറായി സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 6 മാസം മുമ്പ് അന്ന് സംസ്ഥാന സെക്രട്ടറി ഞാനടക്കമുള്ള ഭാരവാഹികൾ പോയി അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ കാണുകയും ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കേണ്ട ആവശ്യം നമ്മൾ നിവേദനമായി നൽകുകയും ചെയ്തു. ഒരുമിച്ച് നിന്നാൽ ഏതു ഭരണകൂടവും തൊഴിലാളികൾ, സംഘടിത തൊഴിലാളികളുടെ മുമ്പിൽ മുട്ടുമടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേവലം ഒരു യാത്രാ തൊഴിലിന്റെ ഭാഗമായി ഓട്ടോയോ ടാക്സിയോ ഓടിക്കുക മാത്രമല്ല, വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരല്പം പണം മിച്ചമുണ്ടാവണം. അങ്ങനെ ചിന്തിക്കുന്ന തൊഴിലാളികൾക്ക് ഇന്ന് അതിന് കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നതുകൊണ്ടാണ് നമ്മൾ മോട്ടോർ കോൺഫെഡറേഷന്റെ നേതൃത്വത്തിലും നമ്മുടെ സംഘടനയുടെ നേതൃത്വത്തിലും നമ്മൾ പ്രക്ഷോഭണത്തിലേക്ക് വരേണ്ടി വന്നത്. ആലുവ FBO ഹാളിൽ ഓട്ടോ തൊഴിലാളികൾ ജനറൽ